Hello children. So today we are going to discuss about new topic normal thrust and radial shear. അപ്പം നോർമൽ ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ ഒരു ആർച്ചിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. നോർമൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ആർച്ചിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ആർച്ചിൻ്റെ പ്ലെയിനിന് നോർമലായിട്ട് ഫോം ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ റിയാക്ഷൻ അതിനെയാണ് നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. റേഡിയൽ ഷിയർ എന്ന് പറയുമ്പോൾ റേഡിയലായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഷിയറിനെയാണ് റേഡിയൽ ഷിയർ എന്ന് പറയുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ we are considering an arch AB. അതിൻ്റെ ഡെറിവേഷൻ പാർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കൺസിഡറിങ് an arch AB with external load W1 and W2. And here we are considering the point D. അപ്പം D പോയിന്റിലാണ് നമുക്ക് നോർമൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനായിട്ട് പിന്നെ ഈ ഡി പോയിന്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഇക്വിലിബ്രിയം ആണെന്ന് നമ്മൾ നോട്ടിഫൈ ചെയ്യണം. ഇക്വിലിബ്രിയം ആണെന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡി പോയിന്റ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന സെക്ഷൻ എ സി സെക്ഷനിൽ ഈ എ ഡി പോയിന്റിന് ഇടയ്ക്കായിരിക്കണം എക്സ്റ്റേണൽ ലോഡ് W1 ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇക്വിലിബ്രിയം ഡി പോയിന്റ് ഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയാം. W1 ഒരു എക്സ്റ്റേണൽ ലോഡ് എ ഡി സെക്ഷന് ഇടയ്ക്കായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. പിന്നെ വെർട്ടിക്കൽ റിയാക്ഷൻസ് എയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോയിൻസിൽ റിയാക്ഷൻസും പ്രഷറും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ടേക്കൺ പോയിന്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഞാൻ ഒന്നും കൂടെ ഈ ഫിഗർ ക്ലിയർ ആക്കി കാണിച്ചു തരാം. അണ്ടേ ഇതാണ് ആ ക്ലിയർ ഫിഗർ എ ബി. അപ്പം ഡി പോയിന്റിലെ ത്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ദ എബോവ് ഫിഗർ ഷോൺ ആൻ ആർച്ച് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ലോഡ് ആൻഡ് വി ആർ കൺസിഡറിങ് ഇൻ സെക്ഷൻ ഡി. നമ്മൾ എ ഡി പാർട്ട് അല്ലെങ്കിൽ എ സി സെക്ഷനിൽ എ ഡി എന്ന് പറഞ്ഞൊരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ ത്രസ്റ്റും ബെൻഡിങ് മൊമെൻറ്റും എല്ലാം കണ്ടുപിടിക്കുക. അതിന് ശേഷമാണ് നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എടുത്തേക്കുന്ന ഡി പോയിന്റ് എ ഡി കൺസിഡറിങ് ഇക്വിലിബ്രിയം ഓഫ് പാർട്ട് എ ബി. എ ഡി പാർട്ട് ഇക്വിലിബ്രിയം ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇക്വിലിബ്രിയം ആണെന്ന് പറയുന്നത് ഈ കണ്ടീഷൻസിലാണ്. എപ്പോഴാണ്? വെൻ ദ റിയാക്ഷൻ വി എ ആൻഡ് എച്ച് അറ്റ് എ എന്ന് പറഞ്ഞാൽ ജോയിൻസിൽ വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ ത്രസ്റ്റും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഡി സെഡ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. പിന്നെ എക്സ്റ്റേണൽ ലോഡ് എ പോയിന്റ് ജോയിൻറ്റിനും നമ്മൾ എടുത്തേക്കുന്ന പോയിന്റിനും ഇടയ്ക്കായിട്ടൊരു ലോഡ് ഉണ്ടെങ്കിൽ അതും ഇക്വിലിബ്രിയത്തിനെ ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ ആ റിയാക്റ്റിംഗ് ഫോഴ്സസ് ഡിയിൽ റിയാക്ട് ചെയ്യുന്ന ഫോഴ്സസ് ബി ഡി എച്ച് ഡി ആണെങ്കിൽ ഡി പോയിന്റിൽ പ്രൊവൈഡഡ് ബൈ ദ പാർട്ട് ഡി ബി എന്ന് പറഞ്ഞാൽ എ ഡി പാർട്ടിൽ ഡി പോയിന്റിൽ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ ത്രസ്റ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ബെൻഡിങ് മൊമെൻറ്റും ഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നോർമൽ ത്രസ്റ്റ് ആ ഡി പോയിന്റിൽ നോർമൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് എലോങ് ദി ടാൻജൻറ്റ് ലൈൻ. ഇപ്പം നമ്മളിവിടെ ഈ ഒരു ആർച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ലൈനിൽ കൂടെ ആ ടാൻജൻറ്റ് ലൈൻ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ടാൻജൻറ്റ് ലൈൻ എലോങ് ആയിട്ട് പാസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നോർമൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ആർച്ചിൻ്റെ നോർമൽ ഫേസിന് എലോങ് ആയിട്ട് പാസ് ചെയ്യുന്നതിനെയാണ് നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ടാൻജൻഷ്യലിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെ റേഡിയൽ ഷിയർ എന്നും പറയുന്നു. ഓക്കെ, അതിനെയാണ് എസ് എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. പി എന്ന് പറയുന്നത് നോർമൽ ത്രസ്റ്റ്. ഇനി എങ്ങനെയാണ് നമ്മൾ റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആർച്ചിൻ്റെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ പോയിന്റ് ഡിയിലാണ് നമ്മൾ റേഡിയൽ ഷിയർ നോർമൽ ത്രസ്റ്റും കാണുക. അപ്പം റേഡിയൽ ഷിയർ ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദി ടാൻജൻറ്റ് ആൻഡ് നോർമൽ ത്രസ്റ്റ് എലോങ് ദി ടാൻജൻറ്റ്. അപ്പോൾ പിന്നെ ഈ പോയിന്റിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് നമ്മളുടെ ഫിഗറിൽ ജോയിൻറ്റിൽ വി എ അപ്വേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡിയിൽ
ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പോസിറ്റീവ് ആക്കും. ഇപ്പോൾ വി എ ഇപ്പോൾ നമ്മൾ മൊമെൻ്റ് എടുക്കുകയാണെങ്കിൽ വി എ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ഡി പോയിന്റ് പോസിറ്റീവിലേക്ക് മാറ്റണം. അതിന് പോസിറ്റീവ് ആയിട്ട് വേണം എടുക്കാൻ. അപ്പം അവിടെ ഡിയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ, ഡിയിൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഡൗൺവേർഡ് ആക്ട് ചെയ്യും. അതുപോലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡിയിൽ ആക്ട് ചെയ്യുന്നതും ക്ലോക്ക് വൈസ്. അതെന്ന് പറഞ്ഞാൽ ബിന്ന് ഡിയിലോട്ടായിരിക്കുമുള്ള ഹൊറിസോണ്ടൽ ത്രസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ ഈസ് ആക്ടിങ് ഡൗൺവേർഡ് വിത്ത് ആംഗിൾ റേഡിയൽ ഷിയറുമായിട്ട് ഒരു തീറ്റ ആംഗിൾ ഫോം ചെയ്യും. ആൻഡ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അല്ലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും ആ ടാൻജൻഷ്യൽ പ്ലെയിനായിട്ട് തീറ്റ ആംഗിൾ ഫോം ചെയ്യും. ഇനി നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പം നോർമൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലോങ് ദി ടാൻജൻഷ്യൽ ആക്സിസ്. അപ്പം നമുക്കിവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. നമ്മൾ രണ്ട് ഫോഴ്സ് ഉണ്ട്, എച്ച് ഡിയും വി ഡി. അതായത് ഹൊറിസോണ്ടൽ ത്രസ്റ്റും വിയും ആ ഡി പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നോർമൽ ത്രസ്റ്റ് ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ തീറ്റ ആംഗിൾ കൺസിഡർ ചെയ്തു. ഇനി ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന് എലോങ് ആയിട്ട് വി റിയാക്ഷൻ എന്തുമായിരിക്കും? വി റിയാക്ഷൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ? നോർമൽ ത്രസ്റ്റിൻ്റെ ആക്സിസ് ആണ് ഈ റെഡ് ലൈൻ. അപ്പോൾ ഈ റെഡ് ലൈൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റുമായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യും, ദാറ്റ് ഈസ് തീറ്റ. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നോർമൽ ത്രസ്റ്റുമായിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റ ആംഗിളാണ്. അതേസമയം വെർട്ടിക്കൽ റിയാക്ഷൻ നോർമൽ ത്രസ്റ്റുമായിട്ട് ഫോം ചെയ്യുന്ന ഇൻക്ലിനേഷൻ 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? നോർമൽ ത്രസ്റ്റിന് എലോങ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോൾ എച്ചും എലോങ് ദി ഈ സെയിം പാത്തിക്കൂടല്ലേ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് പാസ് ചെയ്യുന്നത് അല്ലേ? സെയിം ഡയറക്ഷനാണ് അല്ലേ? എച്ച് ഡിയും ഈ നമ്മളെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ നോർമൽ ത്രസ്റ്റിന് എലോങ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത് അല്ലേ? ഇതിൻ്റെ ആംഗിൾ തീറ്റ ആംഗിൾ മാറുന്നതല്ല ഉള്ളു. ആ നോർമൽ ത്രസ്റ്റിനായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടല്ലല്ലോ പാസ് ചെയ്യുന്നത്. നോർമൽ ത്രസ്റ്റിന് എലോങ് ഈ താഴോട്ട് ഇങ്ങോട്ടല്ലേ പാസ് ചെയ്യുന്നത്, എഗെയിൻസ്റ്റ് ആയിട്ടല്ല പാസ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നോർമൽ ത്രസ്റ്റ് ആക്സിസുമായിട്ട് ഈ തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോസ് തീറ്റ എന്ന് എടുക്കാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏത് ആക്സിസിന് അടുത്ത് വരുന്ന ആംഗിളിനെ നമ്മൾ കോസ് എന്നും അതിന് ഫാറായിട്ടിരിക്കുന്ന ആംഗിളിനെ സൈൻ എന്നും എടുക്കുക എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? അപ്പോൾ ആ സെയിം കൺസെപ്റ്റ് നമ്മളിവിടെ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് എച്ച് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നോർമൽ ത്രസ്റ്റ് ആക്സിസിന് എലോങ് ആയിട്ട് തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്നു. സോ നമ്മൾ എന്താണ് എടുക്കുന്നത്? എച്ച് കോസ് തീറ്റ. പിന്നെ വെർട്ടിക്കൽ റിയാക്ഷനും നോർമൽ ത്രസ്റ്റിന് ഇതിപ്പോൾ ഈ ആംഗിൾ ഇങ്ങോട്ട് 90 മൈനസ് തീറ്റ എന്നല്ലയോ? അപ്പോൾ ഈ നോർമൽ ത്രസ്റ്റിന് നോക്കുകയാണെങ്കിൽ ഇതേ ഡയറക്ഷനിൽ തന്നെ താഴോട്ടല്ലയോ പോകുന്നത്? അണ്ട് ഈ നോർമൽ ത്രസ്റ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ റെഡ് ലൈൻ കണ്ടോ മേളിൽ? ഇങ്ങനെയാണ് അതിൻ്റെ ടാൻജൻഷ്യലിന് എലോങ് ആയിട്ടാണ് നോർമൽ ത്രസ്റ്റിൻ്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ തന്നെ അല്ലേ ഈ എച്ചും ഈ വിയും പോകുന്നത് അല്ലേ? ഈ എച്ച് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, വിയും ഈ ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലേ? അപ്പം പിന്നെ സൈൻ എന്തുമായിരിക്കും വരുന്നത്? എച്ച് കോസ് 90 മൈനസ് തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാത്? Horizontal thrust makes angle theta with normal thrust axis and vertical shear makes an angle 90 minus theta with normal axis. അപ്പം നോർമൽ ഇക്വേഷൻ എങ്ങനെ വരും? എച്ച് കോസ് തീറ്റ പ്ലസ് വി കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എച്ച് കോസ് തീറ്റ പ്ലസ് വി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റും വെർട്ടിക്കൽ റിയാക്ഷനും നോർമൽ ത്രസ്റ്റ് ആക്സിസിന് എലോങ് ആരോ ഡയറക്ഷൻ ആ നോർമൽ ത്രസ്റ്റ് എലോങ് ആയതുകൊണ്ട് പോസിറ്റീവായിട്ട് എടുത്തു. ഇനി റേഡിയൽ ഷിയറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ബ്ലൂ ലൈൻ റേഡിയൽ ഷിയർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ ആയിട്ട് എത്രയായിരിക്കും ആംഗിൾ ഫോം ചെയ്യുന്നത്? നമ്മളിവിടെ പറഞ്ഞായിരുന്നു, നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ നോക്ക്, റേഡിയൽ ഷിയറുമായിട്ട് വെർട്ടിക്കൽ റിയാക്ഷൻ ഒരു തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും? വെർട്ടിക്കൽ റിയാക്ഷൻ റേഡിയൽ ഷിയറുമായിട്ട് തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇനി
ഹൊറിസോണ്ടൽ ത്രസ്റ്റുമായിട്ട് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ ആക്സിസുമായിട്ട് 90 മൈനസ് തീറ്റയാണ് ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ റേഡിയൽ ഷിയറിന് ഫാർ അവേ ആണ് അല്ലേ? അല്ലേ? ഇതല്ലേ അടുത്ത്? ഇത് അടുത്ത ആംഗിൾ അല്ലേ? അപ്പം വി ഈ റേഡിയൽ ഷിയറിന് അടുത്ത ആംഗിളാണ്. അതേസമയം നോർമൽ ത്രസ്റ്റിന് ഫാർ അവേ ആണ്. അപ്പം വെർട്ടിക്കൽ റിയാക്ഷൻ റേഡിയൽ ഷിയറിന് അടുത്തായതുകൊണ്ട് ആംഗിൾ തീറ്റ എന്ന് കൺസിഡർ ചെയ്തു. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ റിയാക്ഷൻ ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ റേഡിയൽ ഷിയറിന് ഉണ്ടോ, അതിനാണ് ഞാനിവിടെ ബ്ലാക്ക് കാണിച്ചത്. റേഡിയൽ ഷിയറിന് ഡൗൺവേർഡ് ആയിട്ടാണ് വെർട്ടിക്കൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ത്രസ്റ്റോ ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ അത് അപ്വേർഡാണ്, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ എന്താ വരുന്നത്? എച്ച് കോസ് 90 മൈനസ് തീറ്റ മൈനസ് വി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ വരും? എച്ച് സൈൻ തീറ്റ മൈനസ് വി കോസ് തീറ്റ. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഇത് ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. മനസ്സിലായോ? എച്ച് കോസ് തീറ്റ. അപ്പോൾ നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് കോസ് തീറ്റ പ്ലസ് വി സൈൻ തീറ്റ ആൻഡ് റേഡിയൽ ഷിയർ ഇസ് ഈക്വൽ ടു എച്ച് സൈൻ തീറ്റ മൈനസ് വി കോസ് തീറ്റ. അപ്പം ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ പാർട്ട്. ദ കമ്പോണൻറ്റ് ഓഫ് ദി റിയാക്ടിംഗ് ഫോഴ്സ് അറ്റ് ഡി. റിയാക്ടിംഗ് ഫോഴ്സ് ഡിയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ടിംഗ് ഫോഴ്സിൻ്റെ കമ്പോണൻസ് ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ, ഡിയിലുള്ള ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ റേഡിയൽ ഷിയർ എന്ന് പറയുന്നു. അപ്പം റേഡിയൽ ഷിയറിൻ്റെ ഇക്വേഷൻ എച്ച് ഡി സൈൻ തീറ്റ മൈനസ് വി ഡി കോസ് തീറ്റ പെർപെൻഡിക്കുലർ ആയിട്ട്. ഇനി നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് ടു ദ സെൻട്രൽ ലൈൻ ഓഫ് ആർച്ച് അറ്റ് ഡി ബി ഇൻക്ലൈൻഡ് അറ്റ് തീറ്റ ടു ദി ഹൊറിസോണ്ടൽ ത്രസ്റ്റിന് ഇൻക്ലൈൻഡ് ചെയ്യുന്ന തീറ്റയാണ്. ആൻഡ് കമ്പോണൻറ്റ് ഫോഴ്സ് അറ്റ് ഡി അലോങ് ദ ടാൻജൻറ്റ് ഡി ഈസ് കാൾഡ് നോർമൽ ത്രസ്റ്റ് അറ്റ് ഡി. അപ്പോൾ നോർമൽ ത്രസ്റ്റ് അറ്റ് ഡി എന്ന് പറയുന്നത് എച്ച് ഡി കോസ് തീറ്റ പ്ലസ് വി ഡി സൈൻ തീറ്റ. ഓക്കെ, മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ആർച്ചിൻ്റെ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ കമ്പോണൻസ് ഒക്കെ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡി എന്നൊരു പോയിന്റിൽ ഉള്ള റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റേഡിയൽ ഷിയർ എന്ന് പറഞ്ഞാൽ ആ ആർക്കിന് അല്ലെങ്കിൽ ആ ആർച്ചിൻ്റെ സെൻറ്റർ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജൻഷന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നതിനെ റേഡിയൽ ഷിയർ എന്നും പറയും. അലോങ് ദി ടാൻജൻറ്റിനെ നോർമൽ ത്രസ്റ്റ് എന്ന് പറയും. ഈ നോർമൽ ത്രസ്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അതുപോലെ വെർട്ടിക്കൽ റിയാക്ഷൻ വെർട്ടിക്കലായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റേഡിയൽ ഷിയറിന് തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പം നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മളതൊരു ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നോർമൽ ത്രസ്റ്റ് ആക്സിസ് എന്ന് കൺസിഡർ ചെയ്യാം. ഇനി ആ പോയിന്റിൽ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ ത്രസ്റ്റും വെർട്ടിക്കൽ റിയാക്ഷനും. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എലോങ് നോർമൽ ത്രസ്റ്റിൻ്റെ ആക്സിസിനെ അല്ലെങ്കിൽ നോർമൽ ത്രസ്റ്റിനെ ബേസ് ചെയ്ത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ ഹൊറിസോണ്ടൽ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ കണ്ടോ? ബ്ലാക്ക് ലൈനിൽ ഡോട്ടഡ് ലൈന്. അപ്പോൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ടാൻജൻസിന് സെയിം ആയിട്ടാണ് നമ്മുടെ ടാൻജൻറ്റിൻ്റെ അല്ലെങ്കിൽ നോർമൽ ത്രസ്റ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടോ? ഡൗൺവേർഡ്. ആ ടാൻജൻറ്റിന് എലോങ് ആയിട്ടാണ്. അപ്പോൾ ആ ടാൻജൻറ്റിന് എലോങ് ആയിട്ട് തന്നെയാണ് ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ചെയ്ത് നോർമൽ ത്രസ്റ്റ് ആക്സിസിലോട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ആണല്ലോ? മനസ്സിലായോ? നോർമൽ ത്രസ്റ്റ് ആക്സിസിലോട്ട് ഹൊറിസോണ്ടൽ ത്രസ്റ്റിലുള്ള ആംഗിൾ തീറ്റയാണ്. പക്ഷേ വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കുറേയും കൂടി ഫാററാണ്. നോർമൽ ത്രസ്റ്റ് നിന്ന് കുറച്ചും കൂടെ മാറി കുറേയും കൂടെ ഫാർ അവേ ആകുമ്പോൾ അതിൻ്റെ ആംഗിൾ, അപ്പോൾ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇവിടെ 90 മൈനസ് തീറ്റയല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് കമ്പോണൻ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? എച്ച് കോസ് തീറ്റ. ഇനി അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. എച്ച് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എച്ച് ഏത് ഡയറക്ഷനിലാണ്? എലോങ് ദി ടാൻജൻ്റ് ആണ്. അപ്പം
പോസിറ്റീവാണ്, എലോങ് ആണ് അല്ലേ? ഈ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? ഇത് ഇങ്ങോട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ അല്ലേ? അതുപോലെ വിയും ഇങ്ങോട്ട് വെച്ച് നോക്കുമ്പോൾ ഈ റെഡ് ലൈൻ എലോങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എച്ച് കോസ് തീറ്റ പ്ലസ് വി കോസ് 90 മൈനസ് തീറ്റ, ദാറ്റ് ഈസ് വി സൈൻ തീറ്റ. അപ്പം നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് കോസ് തീറ്റ പ്ലസ് വി സൈൻ തീറ്റ. ഇനി റേഡിയൽ ഷിയറിൻ്റെ കേസ് എടുക്കുമ്പോൾ റേഡിയൽ ഷിയറിൽ ഡി എന്ന പോയിന്റിൽ റേഡിയൽ ഷിയർ ആക്ട് ചെയ്യുമ്പോൾ അതും ഒരു ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അവിടെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും വെർട്ടിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്തതെന്ന് നോക്കാം. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ ആയിട്ട് എന്തുമായിരിക്കും മേക്ക് ചെയ്യുന്ന ആംഗിൾ? റേഡിയൽ ഷിയറിനോട് അടുത്തായിട്ടുള്ളത് തീറ്റയാണ് അല്ലേ? റേഡിയൽ ഷിയർ പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ അല്ലേ? അപ്പോൾ അതല്ലയോ റേഡിയൽ ഷിയറിന് അടുത്തായിട്ടുള്ള ഫോഴ്സ് അല്ലേ? മറ്റേതെന്ന് പറയുന്നത് നോർമൽ എലോങ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടലും അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ റേഡിയൽ ഷിയർ ടാൻജൻറ്റ് പോലെ തന്നെ ഈ ഫേസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കൽ റിയാക്ഷനാണ് വരുന്നത്. അപ്പോൾ ആ വെർട്ടിക്കൽ റിയാക്ഷൻ റേഡിയൽ ഷിയറിന് അടുത്താണ്. അപ്പോൾ അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആംഗിളാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് റേഡിയൽ ഷിയർ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 മൈനസ് തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് റേഡിയൽ ഷിയറിന് എലോങ് ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഈ ഡയറക്ഷനിലാണ്. റേഡിയൽ ഷിയർ എങ്ങനെ അപ്വേർഡാണ് അല്ലേ? ഡയറക്ഷൻ കണ്ടോ? റേഡിയൽ ഷിയർ അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് നോർമൽ ടാൻജൻറ്റിന് നോർമൽ ആകുമ്പോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റും ആ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി വെർട്ടിക്കൽ റിയാക്ഷനോ അത് ഡൗൺവേർഡ് ആയിട്ടാണ്. അപ്പോൾ എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ അല്ലേ? റേഡിയൽ ഷിയർ ആക്സിസിൽ റേഡിയൽ ഷിയറിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്, പക്ഷേ വെർട്ടിക്കൽ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. അപ്പോൾ എന്തോ ഇക്വേഷൻ വരുന്നത്? എച്ചിൻ്റെ ആംഗിൾ എന്തുമായിരുന്നു? റേഡിയൽ ഷിയർ ആയിട്ട് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എച്ച് കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എച്ച് സൈൻ തീറ്റ, അത് പോസിറ്റീവാണ്. ഇനി വി നെഗറ്റീവ്, താഴോട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് വി കോസ് തീറ്റ അല്ലേ? നെഗറ്റീവ് വി കോസ് തീറ്റ. അപ്പോൾ റേഡിയൽ ഷിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് സൈൻ തീറ്റ മൈനസ് വി കോസ് തീറ്റ. മനസ്സിലായോ? ഇന്ന് ഇത്രയേ ഉള്ളൂ, ഡെറിവേഷൻ മാത്രം. എല്ലാവരും വായിച്ച് PPTക്കകത്ത് എഴുതിയ പോലെ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന ഈ ഡീറ്റെയിൽസ് വായിച്ച് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഫിഗർ എല്ലാം വരച്ച് ക്ലിയർ ആക്കി നല്ലപോലെ ഇതെല്ലാം എഴുതണം. ഓക്കെ ചിൽഡ്രൻ, മനസ്സിലായല്ലോ? താങ്ക് യു. അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.